നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപും കേരളത്തിൽ മുഖ്യമന്ത്രിമാരുണ്ടായല്ലോ. 1957 രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഈ കേരളത്തെ നോക്കി ഊറ്റം കണ്ടപ്പോ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോ ഇതാ പോകുന്ന കള്ളക്കടത്തുകാരനെന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കളിയാക്കിച്ചിരിക്കുന്ന സാഹചര്യം എന്റെയും നിങ്ങളുടെയും കേരളത്തിനകത്തുണ്ടായി. പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അനന്തപുരിയിലെ ഒരു മേയറമ്മ ഏത് കത്ത് വേണമെങ്കിലും മേയർ എഴുതും, എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ മേയർക്കറിയാം. എന്നിട്ട് മേയർ പറയും, ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല, എന്റെ നഗരസഭ അത്തരത്തിലൊരു ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയുന്ന ഇത്രയും എക്സ്പെർട്ടായിട്ട് കളവ് ചെയ്യാൻ മിടുക്കുള്ള ഒരു സ്ത്രീ, അവർ ആ മേയറുടെ പദവിക്ക് തന്നെ യോജിക്കാത്ത രീതിയിലാണ്. ഒരു പാവപ്പെട്ടവൻ ഓടയിൽ വീണ് ആ മാലിന്യ കൂമ്പാരത്തിനകത്തുപെട്ട് മരണമടഞ്ഞപ്പോ ഇത് ചെയ്യേണ്ടത് റെയിൽവേ വകുപ്പാണ് എന്ന് പറഞ്ഞപ്പോ ആ റെയിൽവേയുടെ അധികാരിയുടെ പത്രസമ്മേളനം എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ആ മേയറെ ഒന്ന് നിയന്ത്രിക്കാൻ, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയല്ല നടപടി വേണ്ടത് എന്ന് പറയാൻ ഒരാളെ പോലും കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എന്ന് പറയുന്ന എന്തിന് അവരുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു മന്ത്രിയെ നമ്മൾ കേരളത്തിൽ കണ്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം എല്ലാം നടത്തിത്തരാമെന്ന് പറയുന്ന മന്ത്രി MP രാജേഷ്, ഒരു 24 മുഴം നീളം നാവിനുള്ള, എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചും സംസാരിക്കാൻ അറിയാവുന്ന രാജേഷ്, ആ രാജേഷിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോ ഒരു കുട്ടിയെ പട്ടി കടിച്ചു പറിച്ചാൽ എങ്ങനെയാണ് ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത്, മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ടത് എന്ന് ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ടായ ഘട്ടങ്ങളിൽ അതിനെയെല്ലാം അതിനൊരു കെമിസ്ട്രി, ഒരു രസതന്ത്രം ഉണ്ടാക്കി, ഒരു കള്ളക്കഥയുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച അതേ MP രാജേഷ്, ആ MP രാജേഷിന്റെ മുഴുവനുള്ള പത്രസമ്മേളനം ഞാനും നിങ്ങളും കണ്ടു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ തക്കാളിപ്പനി വന്നു, ഡെങ്കിപ്പനി വന്നു, പക്ഷിപ്പനി വന്നു, ഇവിടെ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. മഴക്കാലം വരുന്നതിന് മുൻപ് അതിനാവശ്യമായിട്ട് പകർച്ചവ്യാധികൾ തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇപ്പോ മന്ത്രി പറയുകയാണ്, ആലപ്പുഴയില് കോഴികളെ വളർത്തിയിട്ട് 10 കോഴിമുട്ട വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്നവരോട് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി, 1 വർഷത്തേക്ക് കോഴികളെ വളർത്തണ്ട. താറാവിനെ കൃഷി ചെയ്യുന്ന ആളുകളോട് പറയുകയാണ്, 1 വർഷത്തേക്ക് ഇനി താറാവിനെ കൃഷി ചെയ്യണ്ട. ആര് കൊടുക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിനുള്ള പൈസ? ഒരു ദിവസം 10 രൂപയ്ക്ക് ഒരു മുട്ട വിറ്റ് അവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ വാങ്ങുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഇവിടുത്തെ കാർഷിക വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്നാൽ പിന്നെ നിങ്ങൾ താറാവ് കൃഷി ചെയ്യുന്നവരുടെ കുടുംബം നിങ്ങൾ നോക്കണം. 1 വർഷക്കാലമെന്നാണ് അതിനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്? എന്താ നിങ്ങളുടെ സംസ്ഥാനത്ത് മാത്രം, ഈ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ? എന്താ നമുക്ക് മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പനി പിടിച്ചു മരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത്? നിങ്ങളല്ലേ കാരണക്കാർ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നഗരാസൂത്രണം കൃത്യമായി ചെയ്യാൻ സാധിക്കാത്തത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അമൃത് നഗരം പദ്ധതിയുടെ കോടാനുകോടി രൂപ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന പേരൊന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി. നിങ്ങൾക്ക് വേണ്ടിയല്ലേ അമൃത് നഗരം പദ്ധതികൾ സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ എല്ലാ ഗ്രാമസഭകളിലും ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത്? നിങ്ങൾ ചോദിക്കുന്ന കോടികൾ മുഴുവൻ ഈ കേരളത്തിലേക്ക് കിട്ടിയില്ലേ? എന്തേ നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ സാധിക്കാത്തത്? നിങ്ങൾ എന്താണ് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് കേരളത്തിലെ പാവപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരായിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണപക്ഷത്തിന് ചിന്തയില്ലാത്തത്? അതിന്റെ കാരണമാണ് നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ, അതിന്റെ കാരണം എന്താണ്? നമ്മൾ പല ആളുകളും കേരള നിയമസഭയിൽ ഇല്ലാത്തതിന്റെ അഹങ്കാരമാണ് ഈ പിണറായി വിജയന്. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ധാർമ്മികമായ പ്രവർത്തനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. അതുണ്ടാകും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ 7 പേർ 2ാം സ്ഥാനത്ത്.
അതിന്റെ തൊട്ടു മുൻപ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും 7 പേർ 2ാം സ്ഥാനത്ത്. ഇനി 2ാം സ്ഥാനത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ കേരള നിയമസഭയ്ക്കകത്തേക്ക് പോവുകയും അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന നാളുകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാരാണ് സേനാധിപതികൾ? ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും ഉണ്ടാകേണ്ടത് സൈനികന്മാർക്കാണ്, സേനാധിപതികൾക്കാണ്. ആ സേനാധിപതിയുടെ കൈകളിലാണ് ആ വിജയത്തിന്റെ തിളക്കം. ആ സേനാധിപന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു നാമം മാത്രമാണ്.